മനോഹരേ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവ മുകുളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിരപാങ്കലീല മംഗല്യദാസ്തു മമ മംഗളദേവതായ. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ സംവാദ സന്ധ്യയിലേക്ക് ആദ്യമായിട്ടൊരു പരീക്ഷണം നടത്തുകയാണ്. അതുകൊണ്ട് കാരണന്മാരൊക്കെ ഇത്തിരി ഒന്ന് ക്ഷമിക്കണം. നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഓൺലൈനായിട്ടൊരു മത്സരം നടത്തുന്നത്. എന്തായാലും നമുക്ക് നന്നായിട്ട് നടത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ തയ്യാറായിട്ടിരിക്കണം. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാൾക്ക് 2 മിനിറ്റാണ് കേട്ടോ സമയം. 2 മിനിറ്റ്, 2 മിനിറ്റിലധികം പറയരുത് കേട്ടോ. പിന്നെ പറയണത് അവരവരുടെ ഭാഷയിൽ പറയാൻ നോക്കാം. അത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അഞ്ജലി അമ്മായി പറഞ്ഞു തരും എങ്ങനെയാ പറയണ്ടേന്നൊക്കെ. അപ്പോൾ കൃത്യം ഒരാൾ കഴിഞ്ഞാൽ അടുത്ത ആൾ റെഡി ആവണം. നമ്മളിങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഓരോരുത്തരുടെ മുഖം ഫേസ് വലുതാക്കാം. അപ്പോൾ ആ റെക്കോർഡിങ് നമുക്ക് കാണുകയും ചെയ്യും അതിൽ. ഓക്കെ, നമുക്ക് തുടങ്ങാം. ആദ്യം അഞ്ജലിയും ശ്രീകൃഷ്ണനുമാണ് നമ്മളുടെ ജഡ്ജികള്. അഞ്ജലി പറഞ്ഞോളൂ. എല്ലാവർക്കും നമസ്കാരം കേട്ടാ. നമ്മുടെ 2 കാറ്റഗറി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു വ്യത്യാസത്തിൽ തന്നെ അത് കാണേണ്ടി വരും. കാരണം 12 വയസ്സ് വരെയുള്ള കുട്ടികളും അതിന് 12-ന് മുകളിൽ 13 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളും ആണല്ലോ കാറ്റഗറി 2ആയിട്ട് തരംതിരിച്ചേക്കണേ. അപ്പൊ അതില് എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ വിഷയം എന്ന് പറയുന്നത് സംവാദ സന്ധ്യ എന്ന് പറയുന്നതിൽ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ആശയങ്ങളുടെ കഴമ്പ് തന്നെയാണ്. ക്വാളിറ്റി, കൺസെപ്ച്വൽ ക്വാളിറ്റിയാണ് നമ്മൾ മാർക്ക് കൊടുക്കുന്നത്. പിന്നെ കുട്ടികളുടെ ഏജ് പരിഗണിച്ചുകൊണ്ട് ഈ സബ് ജൂനിയറിൽ പ്രസന്റേഷൻ സ്കില്ലിനും കൂടി മാർക്ക് ഉണ്ടാവും. എന്തായാലും മറ്റേ കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾ ആശയങ്ങൾ നല്ല ആ കുടുംബപരമായ ആശയങ്ങളിൽ അവരുടെ കാഴ്ച അത് ഒരിക്കലും കാണാണ്ട് പഠിച്ചിട്ട് റെഫർ ചെയ്തിട്ടല്ല, അവരുടെ ഉള്ളിൽ നിന്ന് തോന്നുന്ന ആശയങ്ങൾ ആ കുടുംബത്തിന്റെ ഒരു നല്ല ഒരു ഭാവിക്ക് വേണ്ടി അവർ കരുതി വെച്ച ആശയങ്ങൾക്കായിരിക്കും മാർക്ക് ഇടുക. ഈ ഒരു കാര്യം ക്ലിയർ ആയിട്ട് പറയണം. ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആശയങ്ങൾ വ്യക്തമായും ശബ്ദം ക്ലിയർ ആയിട്ടും കേൾക്കാൻ പാകത്തിന് എല്ലാവരും നല്ല രീതിയിൽ പറയാം. എല്ലാവിധ ആശംസകളും. ഓക്കെ, അടുത്തത് അംബിക ശർമ്മ. ഇതിൽ കാണുന്ന അംബിക തന്നെയല്ലേ? ഓൺ ചെയ്യട്ടെ. ഓക്കെ, ഇതല്ലേ അംബിക? ഓക്കെ, പറഞ്ഞോളൂ. നമസ്കാരം. ഒരു കുട്ടി നമസ്കാരം, ഞാൻ അംബിക ശർമ്മ. എന്റെ ഒരു കുട്ടിയുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് ഒരു കുടുംബാണ്. അപ്പൊ ആ കുട്ടിയുടെ ജീവിതം നന്നായി കൊണ്ടുപോകേണ്ടത് ഒരു കുടുംബാണ്. പിന്നെ ഒരു കുടുംബമുള്ളതാവണം കുടുംബം. അല്ലാതെ ഉള്ള ഒരു കുടുംബം എന്നല്ല പറയാ, വേറെന്തെങ്കിലും ആയിരിക്കും പറയാ. പിന്നെ നമ്മുടെ മാതാപിതാക്കൾ, മുത്തശ്ശൻ, മുത്തശ്ശി, പിന്നെ സഹോദരന്മാരെല്ലാരും അടങ്ങുന്ന ഒരു കൂട്ടുകുടുംബാണ് എന്റെ സങ്കല്പത്തിലുള്ളത്. പിന്നെ അവരുടെ ഒപ്പം പല പല സ്ഥലങ്ങൾ സന്ദർശിക്കുക, ഒഴിവു സമയങ്ങളിൽ അവരുടെ കൂടെ സമയം ചെലവഴിക്കുക, അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഒരു കുടുംബത്തില് വഴക്കും ബഹളം ഉള്ള കുടുംബത്തിലല്ല നമ്മള് നമ്മൾ കുട്ടികളെ ജീവിക്കേണ്ടത്. ഒരു ശാന്തിയും സമാധാനവും ഉള്ള ഒരു കുടുംബത്തിലായിരിക്കണം നമ്മള് ജീവിക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കുടുംബത്തിന് മാതൃകയായി മാറണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ തെറ്റ് വരുത്തുമ്പോ വളരെ സാവധാനത്തോടും സ്നേഹത്തോടൊക്കെ നമുക്ക് പറഞ്ഞു തരിക. പിന്നെ നമുക്ക് എന്തുണ്ടാവുമ്പോഴും ഒരു പറയാനുള്ള സാഹചര്യവും അന്തരീക്ഷവും നമുക്ക് ആ കുടുംബത്തിൽ ഉണ്ടാവണം.
പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവര് ചെയ്യാൻ സമ്മതിക്കണം. പിന്നെ പിന്നെ എനിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ നേടിത്തരാനും പിന്നെ ചെയ്തു തരാനൊക്കെ അവര് കൂടെ നിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ നമ്മളെ കുറിച്ച് അവർക്ക് കുറെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും നമ്മള് കെടുത്തി കളയരുത്. നന്ദി. ജഡ്ജസിന് വല്ലതും ചോദിക്കാണ്ടോ? ഒരു സംശയം ചോദിക്കട്ടെ? ഒരു സംശയം ചോദിക്കാണ്. ഇപ്പൊ മുത്തശ്ശി പറയാണ്, അമ്പികോട് പറയാണ്, ഇത്രക്ക് സ്കൂളിൽ പഠിച്ചാൽ മതി, ഇനിയൊന്നും സ്കൂളിൽ പഠിക്കേണ്ടെന്ന് പറഞ്ഞു മുത്തശ്ശി. അമ്പിക വിചാരിച്ച അമ്പികക്ക് വലുതാകുമ്പോ വലിയൊരു ഡോക്ടറോ എഞ്ചിനീയറോ ആവണമെന്ന് വിചാരിക്കണം. മുത്തശ്ശി പറയാണ് പഠിക്കണ്ട, എന്റെ ഒപ്പം നിന്നാ മതി, ഇവിടെ ഇരുന്നാ മതി എന്ന് മുത്തശ്ശി ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞാൽ അപ്പൊ എന്താ ചെയ്യാ? മുത്തശ്ശിയുടെ സ്ഥലത്ത് പഠിക്കാണ്ടിരിക്കുക? ഇല്ല, എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ. കാരണം വിദ്യാഭ്യാസമാണ് നമ്മളുടെ ജീവിതം രണ്ടാമതായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ വീട്ടിലത്തെ അന്തരീക്ഷവും വിദ്യാഭ്യാസമാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് തന്നെ. വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ നമുക്ക് ജോലി ഉണ്ടാവില്ല. പിന്നെ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ദാരിദ്ര്യത്തിലേക്ക് നീങ്ങുകയും പിന്നെ നമുക്ക് ഇവരൊന്നും നോക്കാൻ പറ്റാത്ത സാഹചര്യം എത്തുകയും ചെയ്യും. അപ്പൊ എന്തായാലും സ്കൂളിലേക്ക് പോയേ പറ്റൂ. മുത്തശ്ശനും നമുക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയങ്ങളിൽ നമുക്ക് അവരുടെ കൂടെ ചെലവഴിക്കാം. പിന്നെ ശനിയും ഞായറും ഒക്കെ നമുക്ക് അവരുടെ കൂടെ ചെലവഴിക്കാൻ പറ്റും. നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എന്റെ സങ്കല്പം എന്റെ സങ്കല്പം ഒരു കുടുംബം എങ്ങനെ ഉണ്ടാവണമെന്നാണ് ഒരു വിഷയം. എന്റെ കുടുംബം നല്ല സൗഹൃദവും സന്തോഷവും സമാധാനവും ഉണ്ടാവണം. എല്ലാവരും പരസ്പരം മനസ്സിലാക്കുകയും നല്ല ശാന്തിയും സമാധാനവും, നല്ല വീട് നല്ല വൃത്തിയായിട്ട് പോകണം. പിന്നെ എൻ്റെ വീടിന്റെ ചുറ്റുപാടും നല്ലൊരു ഗാർഡൻ ഉണ്ടാവണം. പിന്നെ വീട്ടില് നല്ല അച്ഛൻ, അമ്മ, മുത്തശ്ശി, ഏട്ടത്തി ഒക്കെ ഉണ്ടാവണം. ഇവര് മൂത്തവര് പറയണത് നല്ലപോലെ കേൾക്കണം. ഇവരെ സഹായിക്കുകയും അവര് പറയണത് കേൾക്കുകയും ചെയ്യണം. പിന്നെ അച്ഛൻ, അമ്മ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലാക്കാനും നമ്മുടെ തെറ്റുകൾ തിരുത്താനും ഒരു നല്ല അച്ഛനും അമ്മയും ഉണ്ടാവണം. നമുക്കെല്ലാം ചെയ്തു തരാൻ ഒരു നല്ല ഏട്ടത്തി ഉണ്ടാവണം. എന്തിനും കൂടെ നിൽക്കാൻ ഒരു ഏട്ടൻ ഉണ്ടാവണം. പിന്നെ എപ്പോഴും കഥകളും ഇതൊക്കെ പറയാനും ഓരോന്ന് ഉണ്ടാക്കി തരാനും ഒരു നല്ല മുത്തശ്ശി ഉണ്ടാവണം. ഇതിന് നിൽക്കണ ഒരു നല്ല മുത്തശ്ശൻ ഉണ്ടാവണം. മൊത്തത്തിൽ പറഞ്ഞാൽ നല്ല സൗഹൃദവും നല്ല സന്തോഷമുള്ള ഒരു കുടുംബം വേണം. പിന്നെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി നല്ല മിടുക്കത്തികളായിട്ട് ഇരിക്കണം. പിന്നെ എപ്പോഴും പഠിക്കാൻ നോക്കാം. മടി കാണിക്കരുത്. നല്ല ഉഷാറാവുക. നമ്മളൊരു കോൺഫിഡൻസ് ഉണ്ടാവണം. നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണം. എല്ലാവരും നമ്മളെ ഇങ്ങനൊരു ഒരു ഉത്സാഹം തരണം. ഇത്രയുള്ളൂ. താങ്ക് യു. ജഡ്ജസിന് വല്ലതും ചോദിക്കാണ്ടോ? നമുക്ക് ഈ കോൺഫിഡൻസ് എവിടുന്നാ കിട്ടുക? പ്രോത്സാഹനം നമുക്ക് അച്ഛനമ്മ തരും. പിന്നെ നമുക്ക് നമ്മുടേതായിട്ടൊരു ഇതുണ്ടാവണം, ഒരു ലക്ഷ്യം, നമുക്കത് നേടാൻ പറ്റും. ഒരു സ്റ്റാൻഡ് ഉണ്ടാവണം നമുക്ക്. പിന്നെ നമുക്ക് അച്ഛനമ്മ എല്ലാരും ഒരു പ്രോത്സാഹനം തരും. എന്തിനും കൂടെ ഉണ്ടാവും, നീ അത് ചെയ്തോ, നമ്മളെ എപ്പോഴും ഉണ്ടാവും എന്നൊക്കെ കൂടെ പറഞ്ഞിട്ടാണ് നമുക്ക് കോൺഫിഡൻസ് കിട്ടുക. പറയരുത്. എവിടുന്നാന്നൊന്നും പറയണ്ട. ശ്രീറാം എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ ശ്രീറാം. എന്റെ സങ്കല്പത്തിലെ കുടുംബം എങ്ങനെയായിരിക്കണമെന്നാൽ
പരസ്പരം മനസ്സിലാക്കുകയും എപ്പോഴും ഒത്തൊരുമയോട് ജീവിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമായിരിക്കണം എന്റേത്. നമ്മൾ എപ്പോഴും സ്നേഹത്തോടും സമാധാനത്തോടും ഐശ്വര്യത്തോടും കൂടി നിൽക്കുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിൽ അച്ഛനും അമ്മയും ചേട്ടനും അനിയനും എല്ലാവരും ഉണ്ടാകും. എല്ലാവരും സന്തോഷപൂർവ്വമാണ് ഒരു കുടുംബം. ഒരു നല്ല കുടുംബമാകുമ്പോൾ അവിടെ രണ്ട് കാര്യങ്ങളാണ് എന്തായാലും ഉണ്ടാകേണ്ടത്. ഒന്ന് ആശയവിനിമയം, പിന്നെ ഒന്ന് മാനേജ്മെന്റ്. ആശയവിനിമയം നമ്മൾ ഒരാളെ കേൾപ്പിക്കുക എന്നതല്ല. ആശയവിനിമയം അത് നമ്മൾ ഉദ്ദേശിച്ച അർത്ഥം പോലെ അവരെ മനസ്സിലാക്കിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അത് ആശയവിനിമയമാകുന്നത്. നമ്മൾ കുടുംബത്തിൽ നിന്ന് പഠിക്കുന്നതാണ് നമ്മൾ സമൂഹത്തിലും ഭാവി ജീവിതത്തിലും നമ്മൾ പ്രയോഗിക്കാൻ പോകുന്നത്. നമസ്കാരം, നന്ദി. ഒരു മിനിറ്റ്, അര മിനിറ്റ് കൂടി ഉണ്ട്. ജഡ്ജസിന് വല്ലതും ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഒന്നുമില്ല അല്ലേ? ഓക്കെ. അപ്പൊ സബ് ജൂനിയർ. ഓക്കെ, എന്താ പേര് പറയൂന്നൂടി? ആനന്ദധാരയാണ്. പറഞ്ഞു. വിളിച്ചിരുന്നു അന്നേരം ഉണ്ടായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആനന്ദനാരായണൻ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വടക്കുംപാട്ട് ഇല്ലത്തെയാണ്. അത് പറയണ്ട, എവിടത്തെയാന്നൊന്നും പറയണ്ട കേട്ടോ, പറഞ്ഞോളൂ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എൻ്റെ സങ്കല്പത്തിലുള്ള കുടുംബം എന്നുള്ള വിഷയത്തിലാണ്. അപ്പോ അണുകുടുംബങ്ങളല്ല, എൻ്റെ 3 തലമുറയിലായിട്ട് എല്ലാവരും ഒരുമിച്ച് സഹവസിക്കണ ഒരു വലിയ കുടുംബമാണ് എൻ്റെ ഒരു സങ്കല്പത്തിലുള്ളത്. കൂടുമ്പോ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുമല്ലോ. അതൊരു കെട്ടിടമല്ല, അതിനകത്ത് വ്യക്തികളുടെ സജീവമായിട്ടുള്ള സാന്നിധ്യവും മനുഷ്യത്വപരമായിട്ടുള്ള ഇടപഴകലും ഉണ്ടായാലും ഒരു നല്ല കുടുംബമാവുള്ളൂ. ഈ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹനിർഭരമായിട്ടുള്ള പെരുമാറ്റവും വാത്സല്യവും കരുതലും വിശ്വാസവും എല്ലാം ഉള്ളൊരു സുരക്ഷിതമായിട്ടുള്ള സ്ഥാനമാവണം കുടുംബം എന്നാണ് എൻ്റെ ഒരു സങ്കല്പം. ഈ അണുകുടുംബങ്ങൾ എന്ന് പറയുന്നത് ഒരു സ്വാർത്ഥതയ്ക്ക് കാരണമാവുന്നത്. അതിലത്തെ ഓരോ വ്യക്തിയും അവനവനിലേക്ക് ചുരുങ്ങുകയാണ് ചെയ്യണം. അപ്പോൾ കരുതലും കാരുണ്യവും ഇല്ലാത്ത സ്വന്തം കാര്യം മാത്രമാവും അപ്പോൾ താല്പര്യം. അപ്പോൾ തെറ്റുണ്ടെങ്കിൽ ഇപ്പോൾ തിരുത്താനൊന്നും ആരും തയ്യാറായിന്ന് വരില്ല. അപ്പോൾ അച്ഛനും അമ്മയും ഒക്കെ സമയക്കുറവും ഉണ്ടാവാം. അപ്പോൾ എന്തിനും നേരിടാനുള്ളൊരു മനഃശക്തിയും തൻ്റെയൊക്കെ കുറയാം. അപ്പോൾ കൂട്ടുകുടുംബമാകുമ്പോൾ ഉള്ളത് എല്ലാവരും പങ്കിടും, സ്വാർത്ഥത കുറയും. പിന്നെ മുത്തശ്ശന്മാരൊക്കെ ഉണ്ടാകുമ്പോൾ വാത്സല്യം വർദ്ധിക്കും. ഇപ്പോൾ കരുതൽ കൂടും. തെറ്റ് കണ്ടാൽ തിരുത്താനും ആൾക്കാരൊക്കെ ഉണ്ടാവും. കഥയും മറ്റും അങ്ങനെ പല രീതിയിലുള്ള ധാരാളം ഉപദേശങ്ങൾ കിട്ടും. അത് നമ്മുടെ മനക്കരുത്ത് വർദ്ധിപ്പിക്കും. അപ്പൊ അനുഭവം കൂടുതലുള്ളവരുടെ വാക്കുകൾ നമുക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. അങ്ങനെ എല്ലാവരും കൂടി സൗഹാർദ്ദപരമായിട്ടുള്ള കഴിഞ്ഞു കൂടുന്നതാവണം കുടുംബം. അങ്ങനെയാണ് എൻ്റെ ഒരു മോഹം, സങ്കല്പമൊക്കെ. വെരി ഗുഡ്. ജഡ്ജസിന് വല്ലതും ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചോളൂ. ജഡ്ജസിന് ചോദിക്കാനുണ്ടോ? ഇല്ല. ഓക്കെ, ഇനി നേരത്തെ പേര് വിളിച്ചവര് വല്ലവരും വന്നവരുണ്ടെങ്കിൽ പറയൂ കേട്ടോ. നമുക്ക് ജൂനിയേഴ്സ് തുടങ്ങാം. ജൂനിയേഴ്സ് ഞാൻ ആദ്യം ഒന്ന് പേര് പറയാം, തയ്യാറായി നിന്നോളൂ. ആദ്യം വേദ, പിന്നെ പാർവതി, പിന്നെ കൃഷ്ണകുമാർ KV, ശ്രീകുമാർ, കേദാർനാഥ്, ശ്രീദുർഗ, ദേവകിരൺ, വിഷ്ണുദത്തൻ, ശിവാനി, ആര്യ, സാമജ, അശ്വിൻ റാം, മിത്രവൃന്ദ. ഇത്ര പേരുടെ പേരാണ് തന്നിരിക്കുന്നത്. ഓരോരുത്തരെയായിട്ട് വായിക്കാം. തയ്യാറല്ലേ? ഓക്കെ, ഞാനിവിടെ ഉണ്ട്. പറഞ്ഞോളൂ ആര്യ. അപ്പോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആര്യ. അപ്പോ എൻ്റെ നമ്മളെല്ലാവരുടെയും ഏറ്റവും ശക്തി എന്ന് പറയുന്നത് നമ്മുടെ കുടുംബം തന്നെയാണ്. പിന്നെ എൻ്റെ കുടുംബം ഒരു
കൊച്ചു കുടുംബമാണ്. അച്ഛൻ, അമ്മ, ഞാൻ ആണ്. പിന്നെ മുത്തശ്ശൻ, അമ്മാത്ത മുത്തശ്ശനും മുത്തശ്ശിയും. എനിക്ക് പറയുമ്പോ ഞങ്ങളുടെ കുടുംബം ടോട്ടലി ഫുൾ വൈബാ. എന്താ പറയാ, ഇപ്പൊ ഒട്ടും ഇപ്പൊ എല്ലാ കുടുംബത്തിലായാലും ചിലപ്പോ പിണക്കങ്ങൾ ഉണ്ടാവാം, ദേഷ്യം ഉണ്ടാവാം, സങ്കടങ്ങൾ ഉണ്ടാവാം, സന്തോഷങ്ങളൊക്കെ ഉണ്ടാവാം. അതേപോലെ തന്നെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പോ സങ്കടങ്ങളാണെങ്കിൽ സോൾവ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോ സങ്കടം ഉണ്ടായാൽ ഇന്നതാണ് കാരണം, അപ്പൊ അത് സൊല്യൂഷൻ കണ്ടെത്തി അതൊന്ന് സമാധാനിപ്പിക്കുക, അങ്ങനെ കുറെ കാര്യങ്ങള്. പിന്നെന്താ, എൻ്റെ മുത്തശ്ശി പിന്നെ മുത്തശ്ശൻ അവരുടെ ഒപ്പം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനാണ് എനിക്ക് ഇഷ്ടം. അച്ഛനമ്മയും എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമാണ്. പലപ്പോഴും അവരൊപ്പം ആണ്. പക്ഷെ കൂടുതലും ശനി ഞായറുകൾ ആവാൻ ഞാൻ വെയിറ്റ് ചെയ്യും. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് അമ്മാത്തിക്ക് വരാൻ വേണ്ടി ഞാൻ കൂടുതലും എക്സൈറ്റഡാ. കാരണം മുത്തശ്ശി കൂടുതലും എനിക്ക് എന്താ പറയാ മോട്ടിവേഷൻ, അത്രല്ലേ. മുത്തശ്ശി ഒരു മോട്ടിവേഷൻ തരുന്ന ഒരാളാ. ഇപ്പൊ എല്ലാത്തിനും കൂടെ ഉണ്ട്. ഇപ്പൊ അത് ചെയ്യാൻ ഇപ്പൊ എനിക്ക് പറ്റില്ല എന്നിപ്പോ ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞാലും പക്ഷെ മുത്തശ്ശി ഒരിക്കലും അതെനിക്ക് പറ്റില്ല എന്ന് പറയില്ല. ഇങ്ങനെ പറയും, നിനക്ക് പറ്റും, നീ ചെയ്തു നോക്ക്, നിനക്ക് പറ്റും, നിനക്ക് പറ്റാത്തൊന്നും ഇല്ല, അങ്ങനെ. അപ്പൊ ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുമ്പോ എന്താ പറയാ, അച്ഛനും അമ്മയും അതെ കൂട്ടുകാരെ പോലെയാണ്. എല്ലാം ഓപ്പണായി പറയാനുള്ള ഒരു സ്പേസ് എനിക്കുണ്ട്. അതാണ് മെയിൻലി വേണ്ടത്. കാരണം ഇപ്പോഴത്തെ ജനറേഷനിൽ മിക്ക ആൾക്കാരും പറയൽ കുറവാണ്. എൻ്റെ ഒരു ഇതില് എല്ലാ കുട്ടികളും അതെ ഫാമിലിയോട് ഓപ്പണായി സംസാരിക്കലൊക്കെ വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ടും മിക്ക കാര്യങ്ങളും മനസ്സിൽ കൊണ്ട് നടന്ന് ചിലപ്പോ അവർക്ക് താങ്ങാൻ പറ്റാണ്ട് ചിലപ്പോ അവര് സൂയിസൈഡ് അങ്ങനൊക്കെ പോവും. പക്ഷെ അതൊന്നും പാടില്ല. നമ്മള് അതൊക്കെ പറയാൻ എല്ലാരോടും അത് നമ്മുടെ ഫാമിലിയോടൊന്ന് പറയാനുള്ള ഒരു സ്പേസ് വേണം. പിന്നെ ഇപ്പോ എൻ്റെ അച്ഛനും അമ്മയും എന്ന് പറയുമ്പോ എന്താ എനിക്ക് ഒരു പ്രഷ്യസ് എന്താ പറയാ മനുഷ്യന്മാരാണ് രണ്ടുപേരും. മറ്റുള്ള ആരെക്കാളും മുത്തശ്ശൻ, മുത്തശ്ശി, അമ്മ, അച്ഛൻ ഇവരാണ് എൻ്റെ ലോകം. അത് കഴിഞ്ഞിട്ടേ ബാക്കി എന്തുള്ളൂ എനിക്ക്. പിന്നെ എനിക്കൊരു സഹോദരൻ, സഹോദരി അങ്ങനെ ആരുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ ആണ് എനിക്ക് ഇപ്പൊ സഹോദരിയുടെ സ്ഥാനത്തായാലൊക്കെ ഉള്ളത്. എന്തും തുറന്നു പറയാൻ പറ്റും. അലിക്കുട്ടി 2.5 മിനിറ്റ്, പിന്നെന്താ 3 മിനിറ്റ് ആവാറായിട്ടോ. 3 മിനിറ്റ് ആവാറായി. ആണോ? ശരി. കഴിഞ്ഞു. പിന്നെന്താ, എന്റെ കുടുംബം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ നമ്മളിപ്പോ എവിടെ പോയാലും ഇവരുടെ അത്ര സ്നേഹം വേറെ ആരുടെയും നമുക്ക് കിട്ടില്ല. പിന്നെ ഇപ്പോൾ ഈ മെമ്മറീസ് ഒക്കെ നമുക്ക് പിന്നീട് നമുക്ക് ആലോചിക്കുമ്പോ നമുക്കിപ്പോ ദേഷ്യപ്പെടുകയാണെങ്കിലും നമുക്ക് പിന്നീട് ആലോചിക്കുമ്പോൾ നമ്മള് വിചാരിക്കും അങ്ങനെ പറയണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അതല്ല, ഞാൻ വിചാരിക്കാറുണ്ട് ഇപ്പൊ ദേഷ്യപ്പെട്ടാലും. പിന്നെന്താ, ഇവരെല്ലാരും നല്ല പക്ക സപ്പോർട്ടീവ് ആണ് എല്ലാത്തിനും. ഇപ്പൊ എന്റെ ഓക്കെ. ഡ്രീംസ് ആയാലും അതിനൊക്കെ കൂടെ നിൽക്കും. അത്ര തന്നെ. താങ്ക് യു. ജഡ്ജസിന് ചോദിക്കാനുണ്ടോ? സമയാധിയായി. ചോദിക്കാനുണ്ടോ ജഡ്ജസിന്? ഇപ്പൊ സൗഹൃദങ്ങൾക്കൊട്ടും സ്ഥാനം കൊടുക്കണില്ലേ മോള്? സൗഹൃദം ഉണ്ടോ വേറെ? സൗഹൃദങ്ങൾക്കും സ്ഥാനമുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ കുടുംബം കഴിഞ്ഞിട്ടല്ലേ വേറെ ആൾക്കാർ വരുള്ളൂ. എനിക്ക് അങ്ങനെയാണ്. കാരണം എന്താ വെച്ചാ സൗഹൃദം എന്ന് പറയുമ്പോ ചിലപ്പോ അവര് നമുക്കിട്ട് തിരിച്ച് ഇതായി എന്നൊക്കെ വരും. പക്ഷെ അതൊന്നും നമ്മുടെ കുടുംബത്തിലില്ലല്ലോ. ഇപ്പൊ എങ്ങാനും വല്ല തെറ്റുണ്ടെങ്കിൽ അത് പറഞ്ഞ് ഇതാക്കി സെറ്റാക്കി ശരിയാക്കി തരും. അങ്ങനെ. പറഞ്ഞോളൂ. ഈ ഓൺലൈൻ സദസ്സിന് എനിക്ക് പ്രസംഗിക്കാൻ നൽകിയ അവസരത്തിന് ഏറെ നന്ദിയുണ്ട്. അപ്പോൾ ഈ സദസ്സിൽ ഇരിക്കുന്ന ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരു കുടുംബം എന്നത് വെറും ഒരു സമൂഹത്തിന്റെ ഒരു ഭാഗം മാത്രമല്ല, പക്ഷേ ഒരു ഗൃഹസ്ഥാശ്രമമാണ്. ഒരു ധർമ്മം വളർത്തുവാൻ, അച്ചടക്കം ഉണ്ടാക്കുവാൻ, പിന്നെ വിനയം ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുവാൻ എന്നിങ്ങനെ പല മൂല്യങ്ങളുടെ ഒരു കേന്ദ്രമാണ് ഒരു കുടുംബം. ആ മൂല്യങ്ങളെ വളർത്തുന്ന ഒരു കേന്ദ്രമാണ് ഒരു കുടുംബം. പക്ഷേ ഒരു കുടുംബം സങ്കല്പിക്കുക, അതിൻ്റെ ആവശ്യം എന്ത്? ഉദ്ദേശം
ഈ പുതിയ ലോകത്തിൽ കുടുംബം വിഘടിച്ചു വരികയാണ്. കുടുംബമല്ലാതാവുകയാണ്. പ്രായം കൂടിയ കുറെ ആളുകൾ അസുഖത്തോടെയാവും പല കുടുംബങ്ങളിലും. പിന്നെ അതേ കുടുംബത്തിൽ വളരെ ചെറിയ കുട്ടികളും ഉണ്ടാവും. അപ്പോ രണ്ടു പേരെയും ഒരുമിച്ച് നോക്കുക, അത് പലർക്കും ആ കഷ്ടപ്പാട് മനസ്സിലാവും. അപ്പോ കുടുംബം എന്ന് പറയുന്നത് അത്രയൊരു കഷ്ടപ്പാടിന്റെ ഇതായിണ്ട്. കഷ്ടപ്പാട് സഹിക്കേണ്ട ഒരു ചിഹ്നമായിട്ടുണ്ട് കുടുംബം എന്നത്. പിന്നെ ഇപ്പോൾ ഏത് ഫോണാണോ, ഏത് ടെക്നോളജിയാണോ അമേരിക്കയിൽ വരെ ആളുകളെ സംസാരിക്കാൻ അവരെ യോജിപ്പിക്കുന്നത്, ആ ഫോൺ ഒരേ മുറിയിലെ രണ്ട് വ്യക്തികളെ വിഭജിക്കുന്നു. അപ്പോൾ കുടുംബം എന്നത് അതോടെ വിഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒരു ബന്ധം വരാതെയായിട്ടുണ്ട്. കുടുംബം എന്നത് അവരുടെ കൂട്ടുകെട്ട്, ആ ബന്ധം എന്നതിലാണ് കുടുംബം എന്നതുള്ളത്. പക്ഷെ ആ ബന്ധം കുറേശ്ശെ ഇല്ലാതായി തുടങ്ങുകയാണ്. അപ്പോൾ എൻ്റെ സങ്കല്പത്തിലെ കുടുംബം എന്നത് എല്ലാവർക്കും ഒരു ശബ്ദമുണ്ടാവണം. കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവരും മറ്റുള്ളവർക്ക് സഹായിക്കാൻ തയ്യാറാവണം. അത് അവരുടെ കടമ മാത്രമാണ്, അവന്റെ മാത്രമാണ് ആ ജോലി എന്നുള്ളതല്ല. ഞാൻ സഹായിക്കാം എന്ന ഉറപ്പോടെ നിൽക്കുന്നതായിരിക്കണം ഒരു കുടുംബം. പിന്നെ ചർച്ച ചെയ്യുമ്പോൾ ബഹുമാനം ഉണ്ടാവണം മറ്റൊരാളുടെ വ്യക്തി അഭിപ്രായത്തിന്. കാരണം ഒരു ടിവിയിലെ ഡിബേറ്റ് പരിപാടി പോലെ പറയുമ്പോഴേക്കും മറുപടി പറയുക എന്നതല്ല, ബഹുമാനത്തോടെ കേൾക്കുക, മനസ്സിലാക്കുക, പിന്നെ അത് തീരുമാനിക്കുക. ആ ചർച്ചയാണ് ഒരു കുടുംബം നടത്തേണ്ടത്. അതാണ് എൻ്റെ സങ്കല്പത്തിലെ കുടുംബം. ഏവരും സഹായിക്കുന്നു, ചർച്ച ചെയ്ത് പരസ്പരം സഹായത്തോടെ മിടുക്ക 3 മിനിറ്റ് ആയി കേട്ടോ. വേഗം ബന്ധത്തിരിക്കുന്നു. നന്ദിയുണ്ട്. അല്ലല്ല, അത് പറഞ്ഞു ചുരുക്കി, വേണ്ട രീതിയിൽ ചുരുക്കിക്കോളൂ, പറയണ രീതിയിൽ. നന്ദി. ഓക്കെ, എന്നാ ജഡ്ജസിന് വല്ലതും ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചോളൂ. നമ്മുടെ അശ്വിൻ, നമ്മുടെ വീട്ടിൽ ഇല്ലത്തുനിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ മൂല്യം എന്തായിരിക്കും? ഇല്ലത്തുനിന്ന് ഒരുപാട് മൂല്യം, ഇല്ലത്തുനിന്ന് ഒരുപാട് മൂല്യങ്ങൾ കിട്ടില്ല നമ്മുടെ കുടുംബത്തിൽ. അതിൽ ഏറ്റവും പ്രധാനമുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ മൂല്യം എന്താവും അശ്വിന്റെ അഭിപ്രായത്തിൽ? ഏറ്റവും വലിയ മൂല്യം എന്ന് പറയുന്നത് ഞാനല്ലാത്ത ഒരു ഭാവം. അതായത് ഞാൻ എനിക്കല്ല ജീവിക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എന്ന ഒരു ഭാവം ഉണ്ടാവുകയാണ് കുടുംബത്തിന്റെ പ്രധാന മൂല്യം. കാരണം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കാൻ ആദ്യം പഠിക്കേണ്ടത്. അതാണ് ഒരു കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യം. മിടുക്കൻ നല്ലോണം എല്ലാവരും സഹായിക്കണൊക്കെ ഉണ്ടോ വീട്ടില്? നന്നായിട്ട് സഹായിക്കാറുണ്ട് അല്ലേ? ഓക്കെ, ഇനി അടുത്ത ആളിലേക്ക് കടക്കട്ടെ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നതുപോലെ തന്നെ കുടുംബം ഒരു മാതൃകയാണ്. ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കരുത് എന്ന് വ്യക്തമാക്കി തരുന്ന ഒരു കുടുംബം. കുടുംബം വെറും ഒരു കെട്ടിടമോ അല്ലെങ്കിൽ രക്തബന്ധമോ മാത്രമല്ല, സ്നേഹത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും ഊഷ്മളമായ ഒരു കൂടിച്ചേരലാണ്. സ്നേഹവും സുരക്ഷിതത്വവും നിറഞ്ഞ ഒരു കുടുംബം ഒരു സുരക്ഷിത വലയം നമുക്ക് തീർത്തു തരുന്നു. അവിടെ എല്ലാവരുടെ തീരുമാനങ്ങളെയും പരസ്പരം ബഹുമാനിക്കുകയും സ്വപ്നങ്ങളെ മനസ്സിലാക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യണം. എന്ത് പ്രശ്നമുണ്ടായാലും ഭയം കൂടാതെ കുടുംബത്തിൽ വന്ന് തുറന്നു പറയാൻ പറ്റണം. ഒരു നല്ല കുടുംബമാണെങ്കിൽ ഉറപ്പായും അതിനുള്ള ഒരു സ്പേസ് നമുക്ക് ഉണ്ടാക്കി തരും. കുടുംബത്തിലെ ഒരു വ്യക്തിയുടെ സുഖത്തിലും ദുഃഖത്തിലും, അതായത് നല്ല കാലത്തും ചീത്ത കാലത്തും താങ്ങായും തണലായും കൂടെ ദൃഢമായി
കൂടെ നിൽക്കാൻ പറ്റുന്നതായിരിക്കണം ഒരു കുടുംബം, അല്ലെങ്കിൽ ആ കുടുംബത്തിലെ വ്യക്തികൾ. ഒരു വ്യക്തിയുടെ അടിസ്ഥാന വളർച്ച തുടങ്ങുന്നത് ഒരു കുടുംബത്തിൽ നിന്നാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഗുരു അമ്മയാണ് എന്ന് പറയും. ആദ്യത്തെ പാഠശാല ഒരു ഗൃഹവുമാണെന്ന് പറയും. കാലം മാറിക്കൊണ്ടിരിക്കുന്നു, അതിനനുസരിച്ച് മനുഷ്യന്റെ ചിന്താരീതികളും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും കാലം മാറിയാലും മാറാത്ത ഒന്നുണ്ട്, അത് കുടുംബ മൂല്യങ്ങളാണ്. അതിന്റെ അടിസ്ഥാനം ഏത് കാലത്തും ഒന്ന് തന്നെയാണ്. അതിൽപ്പെടുന്നതാണ് ദയ, കരുണ, സ്നേഹം, സത്യസന്ധത, പരസ്പര ബഹുമാനം, മനുഷ്യത്വം എന്നിവ. ഒരു സിനിമയിലെ ഡയലോഗ് ഇവിടെ വളരെ പ്രസക്താണെന്ന് ഞാൻ വിചാരിക്കുന്നു. നീ നന്നായാൽ നിന്റെ വീട് നന്നാവും, നിന്റെ വീട് നന്നായാൽ നിന്റെ നാട് നന്നാവും, നിന്റെ നാട് നന്നായാൽ ഈ രാജ്യം നന്നാവും, ഈ രാജ്യം നന്നായാൽ ഈ ലോകം നന്നാവും. വലിയൊരു ലോകം നന്നാവാൻ ചെറിയൊരു സ്വകാര്യം ചെവിയിലോതാം ഞാൻ, സ്വയം നന്നാവുക. കുഞ്ഞുണ്ണി മാഷിന്റെ ഈ ഒരു ചെറു കവിതയിലൂടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നന്നായി പ്രകടിപ്പിച്ചു. ടീച്ചർമാർക്ക് അല്ല, ജഡ്ജസിന് വല്ല ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഈ പറഞ്ഞ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ളിൽ നിന്ന് പറയണതാണോ അതോ പ്രാസം ഒപ്പിച്ച് പറയുന്നതാണോ? എങ്ങനെയാണ് പറയണേ? അതിന് ഉൾക്കൊണ്ടിട്ട് ഈ ആശയങ്ങളെയൊക്കെ ഉൾക്കൊള്ളുന്നുണ്ടോ? ഉണ്ട്. ഞാൻ പോയിന്റ്സ് എടുത്ത് വെച്ചിരുന്നു, പോയിന്റ്സ് വെച്ചിട്ട് പിന്നെ പറഞ്ഞതാണ്. ഒരു സംശയം ചോദിക്കാണ്. ഇപ്പൊ ആധുനിക കാലഘട്ടത്തില് ഒരുപാട് ജോലി സാധ്യതകളും ഒരുപാട് അവസരങ്ങളും ഒരുപാട് സാധ്യതകളാണ് വളർന്നു വരുന്ന നിങ്ങളുടെ മുന്നിലുള്ളത്. അപ്പോ ഒരു സംശയം ചോദിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഈ കാലഘട്ടത്തിനനുസരിച്ച് ഒരുപാട് വിദ്യാഭ്യാസത്തിനും കഴിവിനും കഷ്ടപ്പാടിനനുസരിച്ച് ഒരു ജോലി അല്ലെങ്കിൽ ഒരു അവസരം ലോകത്തിന്റെ നെറുകയിലേക്ക് തൊടാനായിട്ടുള്ള ഒരു അവസരം തരുമ്പോ അച്ഛനും അമ്മയും നമ്മുടെ സഹോദരങ്ങൾ അറിയുന്ന കുടുംബമാണ് അങ്ങനെ ഒരു അവസരത്തിലേക്ക് നമ്മളെ കൈപ്പിടിച്ചുയർത്തുന്നത്, അല്ലെ? അങ്ങനെ ഒരു അവസരത്തിലേക്ക് സാമത മുന്നോട്ട് പോകുമ്പോ ഒരു 3-4-5-6 വർഷത്തേക്കോ കുറച്ച് കാലഘട്ടത്തേക്ക് ആ ഒരു ആകാശം തൊടുന്ന ഒരു സ്വപ്നത്തിലേക്ക് യാത്ര ചെയ്യേണ്ട ഒരു അവസരം വന്നു കഴിഞ്ഞാൽ, ഒറ്റയ്ക്ക് പോകേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ, ആ സന്ദർഭത്തിൽ കുടുംബം എന്ന് പറയുന്നത് നമ്മളിന്ന് മാറിപ്പോകും. അങ്ങനെയാണെങ്കിൽ ആ സാഹചര്യത്തെ എങ്ങനെയാണ് നേരിടുക? ഞാൻ ഉറപ്പായിട്ടും ആ ജോലിക്ക് പോകും. കുടുംബം സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും ഞാൻ പോകും, കാരണം എനിക്ക് ഡീമോട്ടിവേറ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ല. അപ്പൊ കുടുംബത്തിന്റെ പ്രാധാന്യങ്ങളും മൂല്യങ്ങളും ഇത്ര നേരം കുടുംബത്തെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അതേ സ്പേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഡീമോട്ടിവേറ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ല. മോട്ടിവേറ്റ് ചെയ്ത് എനിക്ക് ഇത്ര ഉള്ളൂ, എന്നെ മോട്ടിവേറ്റ് ചെയ്തില്ലെങ്കിലും ഇഷ്യൂ ഇല്ല, പക്ഷെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല. പക്ഷെ കുടുംബത്തിന് അതിൻ്റെതായ വാല്യൂ ഉണ്ട്, ഞാൻ അവർക്ക് അതേ സ്പേസ് കൊടുക്കുന്നുണ്ട്. ഒരു സംശയം എന്താ വെച്ചാലേ, ആദ്യത്തെ ഗുരു അമ്മയാണ് എന്ന് പറയുന്നത് പോലെ ആദ്യത്തെ പാഠശാല ഗൃഹമല്ലേ? അപ്പോ ഒന്നുകൂടി ഓർക്കാൻ പറയാൻ പറ്റുമോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണില്ല. ആദ്യത്തെ ഗുരു അമ്മയാണ്, ആദ്യത്തെ പാഠശാല ഗൃഹമാണെന്ന് പറഞ്ഞല്ലോ. അതെ. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ അപ്പൊ കുടുംബത്തിൽ നിന്ന് പറയാണ്, ഇത്രയും നാള് ഞങ്ങളെ വിട്ട് പോവോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, പാഠശാല വിട്ട് പോവാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ നേരത്ത്? പാഠശാല മറക്കുവോ? അപ്പൊ മറക്കില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ലിമിറ്റഡ് ആയി പോണ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പറ്റുന്നത്രയും ശ്രമിക്കും. അവര് വേണ്ടാന്ന് തീർച്ചയായും പറയുകയാണെങ്കിൽ പിന്നെ വേണ്ടാന്ന് വെക്കും. അല്ലെങ്കിൽ ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന വിധത്തിൽ ഞാൻ മുന്നോട്ട് പോകാൻ ശ്രമിക്കും. ക്ലിയർ അല്ലേ? പറഞ്ഞത് ക്ലിയർ തന്നെയാണ്. ജഡ്ജസുകൾ തീരുമാനിക്കൂ കേട്ടോ. എന്തായാലും നന്നായി പറഞ്ഞു, വെരി ഗുഡ്. അടുത്തത് അശ്വിൻ റാം ഉണ്ടോ?